അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ 7 മണിയായി. ഉടനെ നമ്മൾ സമയം കളഞ്ഞില്ല, ചാടി എണീറ്റു. ഉടനെ തന്നെ ചൂണ്ടെടുത്തുകൊണ്ട് ആറ്റിപ്പോന്ന് കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റ് മുഖമൊക്കെ നോക്കി ചൂണ്ടിടാൻ പോവാണ്. ഇത് പിന്നെ പോപ്പൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി തന്നെ കെട്ടി വെച്ചാണ്, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇറങ്ങാണ്. ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, ജസ്റ്റ് ഇതാണ് വീട്. ഇവിടുന്നൊരു 2 മിനിറ്റ് 1 മിനിറ്റ് പോലും ഇല്ല നടക്കാനാണ്. നമ്മൾ പിന്നെ വീഡിയോ എടുക്കുന്ന ഒരു ലോ ഡിവൈസിലാണ്, അതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഒന്നും പ്രതീക്ഷിക്കണ്ട. നമ്മൾ സ്ഥിരമായിട്ട് വരാനുള്ള സ്പോട്ടാണ്. ഇന്നലെ ഇത് ഓൾറെഡി നമ്മളിവിടെ 2 ചൂണ്ട രാത്രി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇതെല്ലാം സെയിം സ്റ്റിക്കാണ്, എല്ലാം ഒരുമിച്ച് വാങ്ങിക്കുകയാണ്. ഈ 2 റീലും സ്റ്റിക്കും എല്ലാം നമ്മൾ ഒരുമിച്ച് വാങ്ങിക്കുകയാണ്. അതിലെ റീല് പൊട്ടിപ്പോയി. ഗായ്സ്, ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ പറ്റുപോയി. നമ്മൾ ചെറുതായിട്ട് സ്പോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അവിടെ ഭയങ്കര ഒഴുക്കും കലക്കലും ഒക്കെയാണ്. ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിൽക്കത്തില്ല എന്ന് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ സ്പോട്ടൊന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി കെട്ടി വെച്ച സാധനമാണ്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് സ്പ്രിങ്ങിലോട്ട് കണക്ട് ചെയ്യുന്നതെന്ന് കാണിക്കുകയാണ്. അങ്ങനെ കാണിക്കാം. ഇങ്ങനെ ജസ്റ്റ് ചൂണ്ട കാണുന്നിരിക്കുക വെച്ചാൽ ഇല്ല. അപ്പോൾ ഒരു ചൂണ്ടയെല്ലാം ഇറങ്ങിച്ചിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. എങ്ങനെ പോയാലും ഒരു 1.5 മണിക്കൂറോളം ഇരിക്കും. എൻ്റെ പേരും ഒരു മീൻ അടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ വെയിറ്റ് ചെയ്യാം. ഗായ്സ്, പെട്ടെന്നാണ് വീഡിയോ എടുത്തത്. ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു മീൻ അടിച്ചത്. കുഴപ്പമില്ല, നല്ല ഫൈറ്റാണ്. നമ്മുടെ കൂടെ വന്ന ആൾക്കാണ് മീൻ അടിച്ചത്. പുള്ളിക്കൊരു ചാനലൊക്കെ ഉണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കൊരു പ്രോത്സാഹനമായിരുന്നു. ഏകദേശം നല്ല ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഇവിടെ വന്നിട്ട് ഇന്ന് രാവിലത്തെ എൻ്റെ ഫസ്റ്റ് ഫൈറ്റാണ്, അല്ല ഫസ്റ്റ് ഫിഷാണ്. അത്യാവശ്യം നല്ല ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5-2 kg പ്ലസ് അത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ ഇല്ല, എനിക്ക് തോന്നുന്നു മുട്ടയിടുന്ന സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. വയറൊക്കെ ഒരുമാതിരി വീർത്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. മുട്ടയിടുന്ന സീസൺ ടൈം ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും അങ്ങനെ ഇതിന് ശേഷം നമുക്ക് വലുതായിട്ടൊന്നും കിട്ടിയൊന്നുമില്ല കേട്ടോ. അതാണ് പിന്നീട് വേറെ വീഡിയോ ഇതിനകത്ത് ചേർക്കാത്തത്. എക്സ്ട്രാ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച്
എന്താ 1-2 കരിമീനെയും കുറച്ച് പള്ളാത്തി പരൽ അങ്ങനെയുള്ള സാധനങ്ങളായി കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.